ആയിരത്തോളം അല്ലെങ്കിൽ 10,000-കണക്കിന് നെഞ്ചിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സ്നേഹത്തിന്റെ ഉറവകളായിട്ട ഒരായുസ് മുഴുവൻ വാപ്പ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാ. നിങ്ങൾ ഈ അനുഭവിക്കുന്ന തണൽ അത് വാപ്പാന്റെ ചോരയാ, വാപ്പാന്റെ നീരാ. കാരണം നിങ്ങൾ ഉടുത്ത വസ്ത്രം മുതൽ ഇന്ന് നേരം വെളുത്തപ്പം വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണം വരെ ആരുടെയോ പറമ്പിൽ, ആരുടെയോ ചൊൽപ്പടിയിൽ എന്തൊക്കെയോ ത്യാഗം സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. സഹനത്തിൻ പൊന്നാണുപ്പാ, അഴകുള്ള അലിവാണുപ്പാ, ജീവന്റെ ജീവനുപ്പാ. മരിച്ചാലും മറക്കൂകില്ല ആ സ്നേഹം, ചോരുകില്ല മനസ്സിന്റെ കോണിലെന്നും മായാത്ത ഓർമ്മവുപ്പാ. ഇതാണ് വാപ്പ. നമ്മൾ ആദ്യം നോക്കണ മണിക്കൂർ സൂചിയാണ്, അതാണ് ഉമ്മ. ഈ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞു 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 വാപ്പ അതിന്റെ ഉള്ളില് അങ്ങ് പെട്ടുപോയി. എടാ കുട്ടിയെ, ഉമ്മ അമ്മിഞ്ഞപ്പാല് തന്ന ഉമ്മയല്ലേന്നാണ്. നിന്റെ ഉമ്മാന്റെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാൽ ഉണ്ടായത് നിന്റെ വാപ്പ ഈ കൈക്കോട്ട് എടുത്ത് മണ്ണിൽ പോയി കിളച്ചിട്ട് വൈകുന്നേരം കിട്ടിയ പൈസ കൊണ്ട് ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഉമ്മാടെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാൽ നിനക്ക് കുടിക്കാനുണ്ടായത്. പക്ഷെ വാപ്പ കൈക്കോട്ട് പൊക്കിയതാരും പറയില്ല. പറയൂ, വാപ്പ വേണ്ട ആർക്കും. കാരണം എന്താ? ഉമ്മാടെ സ്നേഹം അറിയൂ. കുട്ടിയൊന്ന് വീണാല് നിലവിളിച്ചാൽ ഉമ്മ ഓടിപ്പെടുക്കും. അതോ എന്റെ പൊന്നേന്ന് പറഞ്ഞെടുത്ത് മടിയിൽ വെച്ച് ഉമ്മ ഇങ്ങനെ നെറ്റിയിൽ മുത്തം കൊടുക്കും. അപ്പോഴും വാപ്പ സിറ്റൗട്ടിലെ ചാരുകസേരയില് ചാരി ഇരുന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിന്റെ കൂടിൽ ഒരു തുള്ളി കണ്ണീരേ ഉണ്ടാവൂ. ഉമ്മാടെ കണ്ണീർ കൂടെ ഒഴുകണത് പമ്പ നദി മാതിരി ഒഴുകും. അത് ആളുകൾ കാണും. വാപ്പാന്റെ ആണുങ്ങളുടെ കണ്ണില് കണ്ണീര് ഈ കോണിൽ ഒരു തുള്ളിയെ വരൂ. അതുകൊണ്ട് അത് ആരും കാണാറില്ല. എന്റെ മോൻ വീണപ്പോ എന്റെ ഭാര്യ ഓടിച്ചെന്ന് എടുത്തിട്ട് എന്റെ മോന്റെ മുഖത്ത് മുത്തുമ്പോ, പടച്ചോനെ എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും എന്ത് സ്നേഹമാണെന്ന് കരുതി സിറ്റൗട്ടിലിരുന്നിട്ട് കണ്ണിന്റെ ഈ കോണിൽ ഒരു തുള്ളി കണ്ണീര് വരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് വാപ്പ. അത് ഒരു തുള്ളി ആയതുകൊണ്ടും കാണൂല. വാപ്പാന്റെ കണ്ണ് അധ്വാനിച്ച് കുഴിഞ്ഞു പോയത് കൊണ്ട് വാപ്പാന്റെ കണ്ണ് കുറച്ച് കുഴിഞ്ഞായിരിക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ്. തമ്പുരാനെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ, സ്വർഗ്ഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ അല്ലാ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ. അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് കിടന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും.